ആർജിക്കർ ബലാത്സംഗ കൊലയിൽ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് ബംഗാൾ സർക്കാർ ഹൈക്കോടതിയിൽ. ജീവിതാന്ത്യം വരെ തടവ് ശിക്ഷയാണ് പ്രതി സഞ്ജയ് റോയിക്ക് സിയാൽഡ കോടതി കഴിഞ്ഞ ദിവസം വിധിച്ചത്. എന്നാൽ ശിക്ഷ കുറഞ്ഞു പോയെന്നാണ് ബംഗാൾ സർക്കാരിന്റെ നിലപാട്. തുടർന്നാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. യുവ ഡോക്ടർ ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ ബംഗാൾ സർക്കാർ അഡ്വക്കേറ്റ് ജനറൽ കിഷോർ ദത്തയാണ് സിയാൽഡ കോടതി വിധിക്കെതിരെ ഹൈക്കോടതി സമീപിച്ചത്. ഹർജി നൽകാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് ദേബാൻശു ബസക് അനുമതി നൽകി. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 9 കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഡ്യൂട്ടിക്കിടെ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്. പ്രതി സഞ്ജയ് റോയ് ഒറ്റയ്ക്കാണ് കൊലപ്പെടുത്തിയതെന്ന സിബിഐയുടെ കണ്ടെത്തൽ ശരിവച്ചാണ് ജീവിതാവസാനം വരെ കോടതി പ്രതിക്ക് തടവ് ശിക്ഷയും 1.5 ലക്ഷം രൂപ പിഴയും വിധിച്ചത്. കേസിൽ സംസ്ഥാന സർക്കാർ അന്വേഷണത്തെ രൂക്ഷമായി വിമർശിച്ച സിയാൽഡ കോടതി 17 ലക്ഷം രൂപ ഇരയുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ താൻ നിരപരാധിയാണെന്നും സിബിഐ കള്ളക്കേസ് തന്നെ കുടുക്കുകയാണെന്നുമായിരുന്നു പ്രതി കോടതിയിൽ പറഞ്ഞത്. പ്രതിക്ക് മാനസാന്തര സാധ്യതകൾ തള്ളിക്കളയരുതെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ അഭ്യർത്ഥിച്ചു. എന്നാൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി ക്രൂര കൊലപാതകമാണ് നടന്നതെന്ന് വ്യക്തമാക്കി. ബലാത്സംഗം, കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞെങ്കിലും അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ലെന്ന് കണ്ടെത്തിയാണ് ജീവിതാന്ത്യം വരെ തടവ് വിധിച്ചത്. അതേസമയം സർക്കാരിന്റെ നഷ്ടപരിഹാരം വേണ്ടെന്നും ഇരയ്ക്ക് നീതി വേണമെന്നും പ്രതിക്ക് വധശിക്ഷ വേണമെന്നുമായിരുന്നു ഇരയുടെ കുടുംബം ആവശ്യപ്പെട്ടത്. ഈ സാഹചര്യത്തിലാണ് കുടുംബത്തിന്റെ പിന്തുണയിൽ ബംഗാൾ സർക്കാർ കൽക്കട്ട ഹൈക്കോടതി സമീപിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും കോടതിക്ക് എന്തുകൊണ്ട് അപൂർവമായി തോന്നിയില്ലെന്നും വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി മമത പ്രതികരിക്കുകയും ചെയ്തു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.